കർത്താവായ യേശുവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. प्रभु यीशु मसीह के नाम की स्तुति हो। ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം കാണുന്നു. लूका का किताब 24 अध्याय 1 से लेकर 8 तक ऐसे लिखे लगाए कि അതിരാവിലെ സ്ത്രീകൾ യേശുവിന്റെ കല്ലറക്കരികിലേക്ക് പോകുകയായിരുന്നു. वे स्त्रियां बहुत सवेरे कब्र पर जा रहा है। എന്തിനാണ് അവർ യേശുവിന്റെ കല്ലറക്കരികിലേക്ക് പോയത്? क्यों वो लोग कब्र पर गई? കാരണം അവർ ആഴമായി സ്നേഹിച്ച യേശുവിന്റെ ശരീരം കല്ലറയ്ക്കകത്തിരിക്കുകയായിരുന്നു. क्योंकि उनका प्यारा परमेश्वर यीशु मसीह का मृत शरीर कब्र के अंदर रखा था। ആ ശരീരത്തിൽ പുരട്ടുവാൻ വിലയേറിയ സുഗന്ധവർഗ്ഗങ്ങളും കൊണ്ടായിരുന്നു അവർ പോയിരുന്നത്. वो शरीर पर लगाने के लिए सुगंधित वस्तुएं लेकर वो लोग गए थे। എന്നാൽ അവർ അവിടെ എത്തിയപ്പോൾ കല്ലറയുടെ കല്ല് ഉരുട്ടി മാറ്റി കളഞ്ഞിരിക്കുന്നത് കണ്ടു. उन्होंने पत्थर को कब्र पर से लुढ़का हुआ पाया। അവർ അകത്ത് കടന്നാറെ യേശുവിന്റെ ശരീരം കണ്ടില്ല. भीतर जाकर प्रभु यीशु मसीह का शव न पाया। അവർ ചഞ്ചലിച്ച് നിൽക്കുമ്പോൾ वो इस बात को लेकर उलझन में थे। ദൈവത്തിന്റെ ദൂതൻ അവരോട് പറയുകയാണ്, तब स्वर्गदूत ने उनसे कहा, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? तुम जीवित को मरे हुए में क्यों ढूंढ रहे हो? അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. वह यहाँ नहीं है, वह जी उड़ा है। ശ്രദ്ധിക്കുക, ഉയർത്തെഴുന്നേറ്റ ശരീരത്തിന് സുഗന്ധവർഗത്തിന്റെ ആവശ്യമുണ്ടോ? सचमुच में पुनरुत्थान शरीर को सुगंधित वस्तुओं का आवश्य है क्या? ആവശ്യമില്ല. कोई जरूरत नहीं है। പിന്നെ ഇവർ പണം, സമയം എന്നിവയൊക്കെ ചെലവഴിച്ച് വാങ്ങിയ സുഗന്ധവർഗം വെറുതെയായി പോയി. ये लोगों ने अपने समय और धन खर्च करके खरीद कर लेके आया जो सुगंधित वस्तुएं कोई काम पर नहीं आई। എന്തുകൊണ്ട് ഇവർ സുഗന്ധവർഗം വാങ്ങിക്കേണ്ടി വന്നു? क्यों ये लोग ये सुगंधित वस्तुएं लेकर आए? കാരണം ലൂക്കോസിന്റെ സുവിശേഷം 23 അധ്യായം 55-56 വാക്യങ്ങളിൽ ഇപ്രകാരം കാണുവാൻ കഴിയുന്നു. क्योंकि लूका का किताब 23 अध्याय 55 और 56 में ऐसे लिखे रखा है कि യേശുവിന്റെ ശരീരം കല്ലറയ്ക്കകത്തേക്ക് വെക്കുന്നത് അവർ വ്യക്തമായി കണ്ടു. प्रभु यीशु मसीह का मृत शरीर कब्र के अंदर रखते हुए वो लोग स्पष्ट रूप से देखा। അവർ കണ്ടത് ഹൃദയം കൊണ്ട് വിശ്വസിച്ചു. उन्होंने जो देखा उस पर दिल से विश्वास किया। വികാരാധീനരായ അവർ പെട്ടെന്ന് പോയി സുഗന്ധവർഗം വാങ്ങിച്ചു. उससे देखकर वो भाव होकर जाकर सुगंधित वस्तुएं लेकर आए। ഈ സുഗന്ധവർഗവുമായി കല്ലറയ്ക്കരികിൽ എത്തിയപ്പോഴാണ് ദൂതൻ പറയുന്നത് യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന്. ये सुगंधित वस्तुएं लेकर कब्र पर गई। तब स्वर्गदूत ने उनसे पुनरुत्थान की समाचार बताया। ദൂതൻ പറഞ്ഞപ്പോൾ മാത്രമാണോ യേശു ഉയർത്തെഴുന്നേറ്റു എന്നവർ ആദ്യമായി കേട്ടത് അല്ലെ അറിഞ്ഞത്? सचमुच में ये लोग प्रभु यीशु मसीह की पुनरुत्थान के द्वारे में जब दूत ने इनसे कहा तब सुना है क्या? അല്ല, नहीं। യേശു തന്നെ അവരോട് പറഞ്ഞിരുന്നു താൻ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്നത്. प्रभु यीशु मसीह ने उनसे कहा था कि आवश्यक है कि मनुष्य के पुत्र पापियों की हाथों में पकड़ाया जाए, क्रूस पर चढ़ाया जाए और तीसरे दिन जी उड़े। എന്നാൽ കണ്ണിന് മുമ്പിൽ കണ്ട കാഴ്ചയിൽ യേശു അവരോട് പറഞ്ഞതൊക്കെ അവർ മറന്നുപോയി. लेकिन वो लोग आंख के सामने का जो नजारा देखकर प्रभु यीशु मसीह ने उनसे कहा वो बातें भूल गई। അവർ അത് ഓർത്തിരുന്നെങ്കിൽ ഒരിക്കലും അത് വാങ്ങില്ലായിരുന്നു. अगर उन्हें वह याद होता तो वे कभी सुगंधित वस्तुएं नहीं खरीदते। പകരം യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി അവർ കാത്തിരുന്നേനെ. इसके बजाय ये यीशु की जी उठने के इंतजार करते। പ്രിയ ദൈവജനമേ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില പ്രതികൂലങ്ങളുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണോ താങ്കൾ? प्रिय परमेश्वर के लोगों, यदि आप एक ऐसे व्यक्ति हैं जो कुछ कठिनाइयों में से गुजर रहे हो, നിങ്ങൾ വൈകാരികമായി പ്രതികരിക്കരുത്. आप भाव होकर प्रतिक्रिया मत करें। മറിച്ച് നിങ്ങളോട് പ്രാർത്ഥനാ മുറിയിൽ ദൈവം നിങ്ങൾക്ക് കൈമാറിയ ദൈവശബ്ദത്തെ, അതല്ലെങ്കിൽ പ്രവാചകരിലൂടെ ദൈവം കൈമാറിയ ദൈവശബ്ദത്തെ ഓർത്തുകൊള്ളുക. इसके बजाय परमेश्वर आपसे बातचीत किया हुआ वचन और भविष्यवाणी द्वारा जो बोला हुआ बातों को याद करें।
ദൈവത്തിൽ നിന്നും കേട്ടതിൽ നിന്നും ചിന്തിക്കാനും പ്രവർത്തിക്കാനും ആരംഭിക്കുക. प्रभु से आप जो सुना है उस बातों के अनुसार सोचना और काम करना शुरू करें. കണ്ണിന് മുമ്പിൽ കണ്ട കാഴ്ചയിൽ നിന്നും ചിന്തിക്കാനും പ്രവർത്തിക്കുകയും ചെയ്യുകയായിരുന്നു. सामने दिखने वाली चीजों के आधार पर सोचना और काम करना बंद कीजिए. കണ്ണിന് മുമ്പിൽ കണ്ട കാഴ്ചയിൽ നിന്നും പ്രവർത്തിക്കാൻ ആരംഭിച്ചാൽ, ചിന്തിക്കാൻ ആരംഭിച്ചാൽ നിങ്ങളുടെ പണം, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ സമയം ഇതെല്ലാം വെറുതെ ആയി പോകും. अगर आप आंखों देखे चीजों के आधार पर काम करना शुरू करेंगे तो आपका कीमती टाइम और आपका स्वास्थ्य और आपका धन सब कुछ व्यर्थ हो जाएगा. ആയതിനാൽ പ്രിയ ദൈവജനമേ, ദൈവം നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തത്തെ ഓർത്തുകൊള്ളുക. परमेश्वर के लोगों, परमेश्वर ने आपसे जो वादा किया है वो याद रखें. ഭയപ്പെടാതെ ചഞ്ചലിക്കാതെ അതിനായി കാത്തിരിക്കുക. डरो मत, उसके लिए इंतजार करो. അത് നിവർത്തിയാകുവാൻ वो പോകുന്നു. पूरे होने वाले हैं. നിങ്ങളുടെ കാഴ്ചയിൽ മരിച്ചുപോയി എന്ന് തോന്നുന്ന നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ ഉയർത്തെഴുന്നേൽക്കുവാൻ പോകുന്നു. आपकी नजर में जो वादा मर चुका है वह फिर से जीवित होना जा रहा है. യാക്കോബിന്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് ജോസഫ് പറഞ്ഞത് തന്റെ സ്വപ്നത്തെക്കുറിച്ച്. याकूब के सामने अपना बेटा यूसुफ ने उसका स्वप्न वर्णन किया था. എന്നാൽ ഇപ്പോൾ യാക്കോബിന്റെ കയ്യിലിരിക്കുന്നത് ജോസഫിന്റേതെന്ന് പറയപ്പെടുന്ന രക്തം പുരണ്ട അങ്കിയാണ്. लेकिन अब इस याकूब की हाथ में जो यूसुफ का कपड़ा है वो खून से सना हुआ है. അല്ലയോ യാക്കോബെ, താങ്കൾ അത് വിശ്വസിക്കരുത്. हे याकूब, आप उस पर विश्वास मत कीजिए. നിങ്ങളുടെ കൺമുമ്പിൽ കണ്ട തെളിവുകൾ കള്ളമാണ്. जो आपने देखा सबूत वो सब झूठ है. താങ്കളുടെ മകൻ ജോസഫ് ജീവിച്ചിരിക്കുന്നു. आपका बेटा यूसुफ जिंदा है. ദൈവാത്മാവിൽ ഞാനൊരു ദൂത് കൈമാറട്ടെ. मैं पवित्र आत्मा में होकर कहता हूँ, നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ മരിച്ചിട്ടില്ല. आपका वादा नहीं मरा. നിങ്ങൾ വൈകാരികമായി പ്രതികരിക്കരുത്. आप भावुक होकर प्रतिक्रिया मत करो, പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. बल्कि प्रार्थना के साथ इंतजार करो. ദൈവമഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുന്നു. आपकी जिंदगी में प्रभु का महिमा प्रकट होने वाली है. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. प्रभु आप सबको आशीष दीजिए.